എല്ലാവർക്കും നമസ്കാരം. സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃത്യം 1 വർഷം മുൻപ് വല്ലാർപാടം പള്ളിയിൽ വെച്ച് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു യുവതിയെ ഞാൻ പരിചയപ്പെട്ടു. ഇന്ന് കൃത്യം 1 വർഷങ്ങൾക്കിപ്പുറം അവർ വളരെ സന്തോഷം നിറഞ്ഞ, സമൃദ്ധി നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ്. അന്ന് ഞാൻ അവരെ പരിചയപ്പെട്ടപ്പോൾ അവർ ഭർത്താവ് ഉപേക്ഷിച്ച കൈക്കുഞ്ഞുമായിട്ട് ജീവിക്കുന്ന പ്രായമുള്ള മാതാപിതാക്കൾ, രോഗാവസ്ഥയിൽ കഴിയുന്ന സഹോദരൻ, അങ്ങനെ കടബാധ്യതകൾ നിറഞ്ഞ, ഒന്നിനും ഒരു വഴിയില്ലാത്ത ജീവിതത്തിൽ എല്ലാം കൊണ്ടും വഴിമുട്ടിയ ഒരു ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. എങ്കിൽ ഇന്ന് അവർക്ക് അവരുടെ നഷ്ടപ്പെട്ട ഭർത്താവിനെ തിരിച്ചു കിട്ടി. ഭർത്താവിൻ്റെ സ്നേഹം, ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹം, സ്വന്തം മാതാപിതാക്കളുടെ ആരോഗ്യം, പൂർണ്ണ ആരോഗ്യം കൈവരിച്ച സഹോദരൻ്റെ ജീവിതം, അങ്ങനെ എല്ലാം കൊണ്ടും സമൃദ്ധിയുടെ അല്ലെങ്കിൽ ഐശ്വര്യത്തിൻ്റെ നടുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായി ആ വ്യക്തി മാറി. അന്ന് ഞാൻ അവരെ പരിചയപ്പെട്ടപ്പോൾ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ആൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു പ്രാർത്ഥനയുണ്ട്. ആ വ്യക്തി കുറച്ച് നാളുകൾക്ക് ശേഷം എന്നോട് പറഞ്ഞു, അന്ന് മാഡം എനിക്ക് പറഞ്ഞു തന്ന ആ ഒരു പ്രാർത്ഥന, അത് പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങി. പുതിയ വഴികൾ എനിക്ക് തുറന്നു കിട്ടാൻ തുടങ്ങി. ഇന്ന് എനിക്ക് നല്ല വരുമാനമുണ്ട്, എൻ്റെ കുഞ്ഞിനെ നോക്കാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ആരോഗ്യമുണ്ട്, എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ എനിക്ക് സമയമുണ്ട്, എൻ്റെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുവാനും അവരുടെ ജീവിതത്തിൽ സന്തോഷവും അതുപോലെ തന്നെ സ്നേഹവും നിറയ്ക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്കിന്ന് കെൽപ്പുണ്ട്. എൻ്റെ സഹോദരനെ ചികിത്സിക്കുവാനുള്ള മാർഗമുണ്ട്. എൻ്റെ സഹോദരൻ ഇന്ന് ആരോഗ്യം തിരികെ കിട്ടി. എന്നെ ഉപേക്ഷിച്ചു പോയ എൻ്റെ ഭർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നു. എൻ്റെ ഭർത്താവ് ഇപ്പോൾ പഴയതുപോലെ അല്ല എന്നെ സ്നേഹിക്കുന്നത്. ആത്മാർത്ഥമായ ആ സ്നേഹം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹം എല്ലാം ഇന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഈ വാക്കുകൾ എനിക്ക് സന്തോഷവും അതുപോലെ തന്നെ ആനന്ദ കണ്ണുനീരും നൽകി. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തത് 119 സങ്കീർത്തനമാണ്. 119 സങ്കീർത്തനത്തിൻ്റെ അർത്ഥവും പൊരുളും മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ കുമ്പസാരം എന്ന കൂദാശ മുടങ്ങാതെ പ്രാവർത്തികമാക്കുക. ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പാപക്കറകളും എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് പുതിയ വഴികൾ നൽകും, പുതിയ അവസരങ്ങൾ നൽകും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 119 സങ്കീർത്തനവും അതിനെ തുടർന്നുള്ള പ്രാർത്ഥനയുമാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഒരു അഭ്യർത്ഥനയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരുന്ന അത്ഭുതകരമായ പ്രാർത്ഥനകൾ മാത്രമാണ് ഈ ഒരു ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. മാത്രമല്ല, ഒരു നിയോഗം മനസ്സിൽ സമർപ്പിച്ച് 7 പേർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിക്കും. കാരണം ആ 7 പേരിലേക്കും നിങ്ങൾ അയക്കുന്നത് നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിനെയാണ്. മാത്രമല്ല, എല്ലാ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും നമ്മുടെ ചാനലിലെ ഓരോ വീഡിയോയിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾ നമ്മളിവിടെ എഴുതി വെച്ച് 33 കരുണക്കൊന്തകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ യാചനകൾ, പ്രാർത്ഥനകൾ, അഭ്യർത്ഥനകൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, അത് ഇവിടെ പൂർണ്ണമായും കമൻ്റായി രേഖപ്പെടുത്തുക. തീർച്ചയായും നമ്മൾ പേര് സഹിതം, പ്രായം സഹിതം എഴുതി വെച്ച് 33 കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥനയിലേക്ക് കടക്കാം. 119 സങ്കീർത്തനം. കർത്താവിൻ്റെ ആജ്ഞകളോടുള്ള വിധേയത്വം. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്നവരും അവിടുത്തെ ആജ്ഞകൾ പാലിക്കുന്നവരും ഭാഗ്യവാന്മാർ. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും. അങ്ങ് എന്നെ നിശ്ലേഷം പരിത്യജിക്കരുതേ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്നവരും അവിടുത്തെ ആജ്ഞകൾ പാലിക്കുന്നവരും ഭാഗ്യവാന്മാർ. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ പ്രഭാഷണം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കും. ഞാൻ ഭൂമിയിൽ പതികനത്രേ, അങ്ങയുടെ കൽപ്പനകൾ എന്നിൽ നിന്ന് മറയ്ക്കരുതേ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്നവരും അവിടുത്തെ ആജ്ഞകൾ പാലിക്കുന്നവരും ഭാഗ്യവാന്മാർ.
അബദ്ധമാർഗത്തിൽ നിന്ന് എന്നെ അകറ്റണമേ. അങ്ങയുടെ നിയമം എനിക്ക് നൽകണമേ. കർത്താവെ, ദുരാശകളിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ചെവി ചായ്ക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്നവരും അവിടുത്തെ ആജ്ഞകൾ പാലിക്കുന്നവരും ഭാഗ്യവാന്മാർ. എന്നും എന്നേക്കും അനുസ്യൂതമായി അങ്ങയുടെ നാമം ഞാൻ കാത്തുകൊള്ളാം. രാജാക്കന്മാരുടെ സന്നിധിയിൽ പോലും ഞാൻ അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി സംസാരിക്കും. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്നവരും അവിടുത്തെ ആജ്ഞകൾ പാലിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഞാൻ ലജ്ജിതനാവുകയില്ല. അങ്ങയുടെ നിയമങ്ങൾ ഞാൻ അനുസരിച്ചു. അത് എനിക്ക് ഈ നന്മകളെല്ലാം കൈവരുത്തി. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്നവരും അവിടുത്തെ ആജ്ഞകൾ പാലിക്കുന്നവരും ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്നവരും അവിടുത്തെ ആജ്ഞകൾ പാലിക്കുന്നവരും ഭാഗ്യവാന്മാർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഒരു വെള്ള പേപ്പറിൽ എഴുതി വെച്ച് ഈ ഒരു സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ, അഭ്യർത്ഥനകൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക. തീർച്ചയായും എല്ലാ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ 33 കരുണക്കൊന്ത ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം.